ലെസൺ 2ലേക്ക് പോവാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ 2 ജനറൽ പ്രിൻസിപ്പിൾ of law as applied to non-marine insurance. അപ്പോൾ ഇതിന്റെ നിയമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോൺ മറൈൻ ഇൻഷുറൻസിന്റെ പ്രത്യേക നിയമങ്ങളിലേക്കാണ് പോകുന്നത്. മറ്റേതൊരു കോൺട്രാക്റ്റും പോലെ തന്നെ ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് തന്നെയാണ് ഉള്ളത്. A contract of insurance must satisfy all the fundamental requirements of a valid contract. അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ വരുന്ന എല്ലാ റിക്വയർമെന്റ്സും കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിലും ആവശ്യം തന്നെയാണ്. That is to say, there must be an offer or proposal to take up a policy and pay a premium by the insured and the acceptance of the proposal or the premium by the insured. Besides, the following fundamental principles are also involved. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഒരു കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റ് മാത്രം പോരാ, it must be enforceable at courts of law. പിന്നെ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന, അതായത് ഒരു കോൺട്രാക്ട് വേണ്ട ഘടകങ്ങളുണ്ട്, കുറെ ഘടകങ്ങളുണ്ട്. എഗ്രിമെന്റ് വേണം, രണ്ടിലധികം ആൾക്കാർ വേണം, അവർ തമ്മിലുള്ള എഗ്രിമെന്റ് വേണം, അവരത് മനഃപൂർവ്വമായിട്ട് സമ്മതിച്ചിരിക്കണം, അങ്ങനെ കുറെ മറ്റേ കാര്യങ്ങൾ അതിലുള്ളിലുണ്ട്. അതുപോലെ തന്നെയാണ് നോൺ മറൈൻ ഇൻഷുറൻസിന്റെയും. ഏതൊരു ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു കോൺട്രാക്ട് വേണ്ട എല്ലാ ഘടകങ്ങളും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഇത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിനുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് കൂടി നമുക്ക് നോക്കണം. അതില് ആദ്യത്തെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ the rule of caveat emptor. The rule of caveat emptor. Caveat emptor എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ let the buyer beware എന്നാണ്. അതായത് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷെ ആ ഒരു പ്രിൻസിപ്പിള് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ നടക്കില്ല. ആ ഒരു നിയമം ഇൻഷുറൻസിന്റെ കാര്യത്തിൽ നടക്കില്ല. അതായത് ഇൻഷുറൻസ് കമ്പനി കൃത്യമായി ഇൻഷുറൻസ് എടുക്കുന്ന ആളെ കൃത്യമായി ബോധിപ്പിച്ചിരിക്കണം ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട്. അല്ലാണ്ട് എന്താ പറയുക, ഇൻഷുറൻസ് എടുക്കുന്ന ആൾ ചെന്നിട്ട് എല്ലാം അന്വേഷിച്ചിട്ട് അയാൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് കൃത്യമായിട്ടുള്ള എല്ലാ നിയമവശങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ കാവിയറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന റൂള് കോൺട്രാക്റ്റിൽ നടക്കും, പക്ഷെ ഇൻഷുറൻസിൽ നടക്കില്ല. അത് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തത്, a contract of insurance is made only to cover a risk. ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് വരുന്നത്. അതായത് if the risk is not there, the consideration fails. ആ റിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൺസിഡറേഷൻ ഇല്ല, കൺസിഡറേഷൻ ഫെയിൽസ് ആണ് വരുന്നത്. and therefore the premium received by the insurance must be refunded. റിസ്ക് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞ വെഹിക്കിൾ ഇൻഷുറൻസ്, ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു റിസ്ക് ഉണ്ട്. ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു റിസ്കേ ആ ഒരു സംഭവത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ചെയ്യേണ്ട കാര്യമില്ല. ആ എമൗണ്ട് കൃത്യമായിട്ട് റീഫണ്ട് ചെയ്യേണ്ട, മറ്റേന്താ പറയാ, റീഫണ്ട് ചെയ്യേണ്ടതുണ്ട്. അതങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. Similarly, a contract of insurance can be enforced only if the risk is attached to the subject. റിസ്ക് ഉള്ള സംഭവത്തിന് മാത്രമേ, എന്തെങ്കിലും ഒരു റിസ്ക് ഉള്ള സംഭവത്തിന് മാത്രമേ നമ്മൾ എന്താണ് ഈ പറയുന്ന ഇൻഷുറൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അടുത്ത റൂൾ വരുന്നത്. അപ്പൊ ആദ്യത്തെ റൂൾ നമ്മൾ പറഞ്ഞു, അതായത് കാവിയറ്റ് എംപ്റ്റർ, അതായത് let the buyer beware എന്ന് പറയുന്ന ഒരു കാര്യം ഇതിന്റെ ഉള്ളിൽ നടക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസ്ക് എങ്കിലും കവർ ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മളുടെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്നുള്ളത്. അടുത്തത് വരുന്നത്, a contract of insurance without an insurable interest is inoperative. A contract of insurance is not gaining or betting a contract. അതായത് രണ്ട് കുതിരകൾ ഓടുന്നു, ഒരു കുതിര ജയിക്കും എന്നുള്ള ബെറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയൊന്നും ഈ പറയുന്ന ഇൻഷുറൻസിൽ നടക്കില്ല. അതുമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ
മറ്റേ എന്താ പറയാ, നിങ്ങൾ പോയിട്ട് ഇൻഷുറൻസ് നമ്മുടെ വിമാനത്താവളത്തിൽ പോയി ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്കായിട്ടുള്ള ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരുടെ പേരിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, രണ്ടാളുടെ കയ്യിലൊന്നും കളയാനും പറ്റില്ല, അപ്പൊ നിങ്ങൾക്ക് ഇൻഷുറൻസ് അമൗണ്ട് കിട്ടേമില്ല. നിങ്ങൾക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിപ്പോ എന്താ പറയാ, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കാം. ഇപ്പൊ വിമാനത്താവളത്തിന്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വിമാനത്താവളത്തിന്റെ പേരിൽ 100 കോടി ഇൻഷുറൻസ് അമൗണ്ട് ചെയ്തു, എന്നിട്ട് ഞാൻ പോയിട്ട് അവർക്ക് കത്തിച്ചു കളയാം. ആ ഇൻഷുറൻസ് അമൗണ്ട് കിട്ടാനായിട്ട് അത് നടപടിയാവില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള കേസുകൾ മാത്രമേ നടക്കുള്ളൂ. ഇനി ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എ പേഴ്സൺ ഹാസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ഹിസ് ഓൺ ലൈഫ്. ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അതുപോലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ എടുക്കാൻ പറ്റും. എ ഹസ്ബൻഡ് ഹാസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ഹിസ് ലൈഫ് ഓഫ് ഹിസ് വൈഫ് ആൻഡ് വൈസ് വേഴ്സ. അതായത് വൈഫിന് വേണ്ടി ഇൻഷുറൻസ് കൊടുക്കാം, വൈഫിന് ഹസ്ബൻഡിന്റെ പേരിലും എടുക്കാൻ സാധിക്കും. പിന്നെ ഒരു ക്രെഡിറ്റർക്ക് ഡെറ്ററുടെ പേരിൽ എടുക്കാൻ പറ്റും. നമ്മൾ ബാങ്ക് ലോണൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കും ബാങ്കുകാർ എടുക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ നമ്മൾ പഞ്ചായത്തുണ്ടെങ്കിൽ അവർക്ക് പണം വേറെ ആരും പേ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ അവിടെ ചെല്ലുമ്പോൾ അവര് ഇൻഷുറൻസ് എടുക്കുന്നത്. അതായത് ഒരു ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പില് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവിടെ എടുക്കാനായിട്ട് സാധിക്കും. എ പാർട്ണർ ഹാസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ലൈഫ് ഓഫ് അനദർ പാർട്ണർഷിപ്പിൽ രണ്ടുപേരും പരസ്പരമായിട്ട് എടുക്കാനായിട്ട് അതും സാധിക്കും. ഇനി നമുക്ക് ഫയർ ഇൻഷുറൻസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫയർ ഇൻഷുറൻസിൽ ടെനന്റ്സ് ഹു ആർ ലയബിൾ ടു പേ റെന്റ് ആഫ്റ്റർ ഫയർ, അതായത് മറ്റേ എന്താ പറയാ, ടെനന്റ്സിന് എടുക്കാം, അതായത് റെന്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാം, അത്രയും വിചാരിച്ചാൽ മതി. അടുത്തത് മറ്റേ മോർഗേജ് ഓഫ് ഗുഡ്സ്. മോർഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയി സാധനങ്ങൾ പണയം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണയം വയ്ക്കുന്ന വസ്തുക്കൾക്ക് മേലെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അതും ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഈ വക കാര്യങ്ങളാണ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും കാണാപാഠം പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാനായിട്ട് 1-2 എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത പ്രിൻസിപ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ 3 പ്രിൻസിപ്പിൾസ് പറഞ്ഞു, ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. 4ാമത്തേലേക്ക് പോവാം. ഓൾ ഇൻഷുറൻസ് കോൺട്രാക്ട്, എല്ലാ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളും excepting life, personal accident and sickness insurance are contract of indemnity. അതായത് ലൈഫ് ഇൻഷുറൻസോ പേഴ്സണൽ ആക്സിഡൻസ് സിക്നസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസുകൾ അല്ലാതെ ബാക്കി എല്ലാ ഇൻഷുറൻസുകളും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ് വരിക. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നഷ്ടം സഹിച്ചു, ഇൻഡെംനിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം സഹിക്കുന്നതിനുള്ള എമൗണ്ട് കൊടുക്കുക. മറ്റിപ്പോ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, അതിന്റെ തുക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ലൈഫ് ഇൻഷുറൻസിന്റെ കേസ് പറയാൻ പറ്റുമോ, ഇയാൾ 1 കോടി വരെയുള്ള ആളാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന പോളിസിക്ക് അനുസരിച്ചിരിക്കും. അതായത് 1 കോടി ഗവൺമെന്റിന് വേണമെങ്കിൽ നമുക്ക് ഇത്ര രൂപ അടയ്ക്കാം. ആ അടച്ചതിന്റെ അനുസരിച്ചാണ് നമ്മൾ ലൈഫില്ല. അതുകൊണ്ട് അവരുടെ നഷ്ടം നികത്തൽ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, അതുപോലെ തന്നെ സിക്നസ് ഇൻഷുറൻസ് എന്നീ പറയുന്ന കേസുകൾ എല്ലാം ഈ പറയുന്ന കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആയിരിക്കും. ഇനി അടുത്തത് the loss must be proximately caused by the peril insured against. ചില ആൾക്കാർ എപ്പോഴും ചെയ്യുന്നതാണ്, അതായത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. മിക്കവാറും സ്ഥാപനങ്ങൾ ഇൻഷുർഡ് ആയിരുന്നു. നമ്മളുടെ ഈ പറയുന്ന ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ഇൻഷുറൻസ് ചെയ്തേ പറ്റുള്ളൂ. എല്ലാ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് ആയിരുന്നു. പക്ഷെ മിക്കവരും ചെയ്തിരുന്നത് ഫയർ ഇൻഷുറൻസും മറ്റേ തെഫ്റ്റ് ഇൻഷുറൻസും ഒക്കെയാണ് അവർ സ്റ്റോക്കുമ്പോൾ ചെയ്തിരുന്നത്. പക്ഷെ സാധനം അവർക്ക് നഷ്ടപ്പെട്ടത് എന്ത് മൂലമാണ് നഷ്ടപ്പെട്ടത്? വെള്ളം കയറിയ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പലർക്കും പൈസ കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നു. ഫ്ലഡിന്റെ ചെയ്ത ആ കാരണം വെച്ചിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെതായിട്ടുള്ള പണം കിട്ടുള്ളൂ. The legal maximum is causa proxima, not is the nearest cause and not the remote cause that is to be taken note of while determining the liability of the insurance. അതായത് ഇൻഷുറൻസിന്റെ ഈ ഒരു സംഭവം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാന കാരണം ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് കേസ് നടന്നിട്ടുണ്ട്. ഇവര് തന്നെ എക്സാമ്പിൾ ആണ്. അതായത് in a policy where loss due to acts is not insured. ഒരു കപ്പലിൽ
നിറയെ എലികളുണ്ടായിരുന്നു. അപ്പൊ എലികളുടെ ശല്യമൊന്നും അവർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എലികളൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തുറന്നു, ഈ കപ്പലിന്റെ അടിഭാഗം തുറന്നു, കപ്പൽ മുങ്ങിപ്പോയി. അപ്പൊ ഇവര് ഇൻഷുറൻസ് കമ്പനി പറഞ്ഞ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലി തുറന്നു എന്നുള്ള ഒരു കാരണമാണ് ഇതിനുള്ളിൽ ഉണ്ടായത്, നിങ്ങൾ മുങ്ങിപ്പോയ പൈസ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എലികൾ മൂലമാണ് ഈ സാധനം വന്നേക്കുന്നത്. അപ്പൊ അതിന് ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റില്ല എന്നുള്ളത് മറ്റേ ഈ പറയുന്ന കമ്പനി പറഞ്ഞു. പക്ഷെ ഇതിന്റെ മറ്റേ നിയമവശാല കാര്യങ്ങൾ അവർ ചെയ്തു വന്നപ്പോ കോർട്ട് ഓഫ് ലോയിൽ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതൊരു കാരണമാണ്, മൂല കാരണം എന്നുള്ളത് വെള്ളം മുങ്ങി മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇതൊരു മറ്റേ എന്താ പറയാ എലി കരണ്ടു എന്നുള്ളത് അതിനും വന്നിരിക്കുന്ന ഒരു കാരണമാണ്. പക്ഷെ വെള്ളം മുങ്ങി തന്നെയാണ് ഈ പറഞ്ഞ കപ്പൽ മുങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലോസ് നിങ്ങൾ ബെയർ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റേ കോടതി ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയോട് പറഞ്ഞത്. അതിനെയാണ് പറയുന്നത് നിയറസ്റ്റ് റീസൺ ആവാം. അതേ റീസൺ തന്നെയല്ല, നിയറസ്റ്റ് റീസൺ ആവാം എന്ന് പറയുന്നതിന് കാരണം അതാണ്. ഇനി അടുത്തത് the insured must act when the risk is attacked. അതായത് തീ പിടിച്ചു എന്ന് വിചാരിക്കുക. തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ മാക്സിമം അയാൾ ആ തീ കെടുത്താനായിട്ട് ചെയ്തിരിക്കണം. അയാൾ പെട്രോൾ കോരി ഒഴിച്ച് അത് പിന്നെ കത്തിക്കാനായിട്ടല്ല നോക്കേണ്ടത്, അത് ശ്രദ്ധിച്ചിരിക്കണം. അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ജനറൽ റൂൾസ് വരുന്നത്. അപ്പൊ ഇതിന്റെ നോട്ട്സ് നമ്മൾ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടാണ് എടുത്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇതിന്റെ നോട്ട്സ് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യാണ് വേണ്ടത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം, എന്നിട്ട് അത് എടുക്കുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ ഡൗട്ട് ആയിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മാത്രം പോരാ, ഈ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇത് പലരും മറ്റേ വീഡിയോസ് കാണുന്നില്ല. അത് എനിക്ക് അറിയാൻ പറ്റും ആരൊക്കെ കാണുന്നു ആരൊക്കെ കാണുന്നില്ല എന്ന്. അപ്പൊ ഈ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, താങ്ക് യു.